അസ്സലാമലൈക്കും. BK Bro CKD യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ടർഫിൻ്റെ മെയിൻ്റെനൻസ് അതുമായി സംബന്ധമായിട്ടുള്ള പെയിൻറ്റിങ് അതൊക്കെ കാണിക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനൽ ആരും മറക്കണ്ട. BK Bro CKD ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടർഫിൻ്റെ പെയിൻറ്റിങ് നടക്കുകയാണ്. ഹിന്ദി ഇത്ര ഹൈറ്റുള്ളത് കാരണം നല്ല ലേറ്റായി. പണിക്കാരെ കിട്ടായിട്ട് തുടങ്ങാറായി. വന്ന പണിക്കാരൊക്കെ വരാവട്ടെ അങ്ങനെ കുറേ ചരിച്ചു. ഞങ്ങളിത് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുക. നല്ല ഹൈറ്റാണ്. ഈ ഹൈറ്റ് കാരണമാണ് പണിക്കാർക്കൊക്കെ അതിൻ്റെ മൂലക്കാരെ പേടിയാറട്ടെ. ഇതൊക്കെ അടിച്ചു. ഇതിൻ്റെ മുഴുവനായിട്ട് അടിച്ചിട്ടില്ല, പകുതിയോളം അടിച്ചു. രാവിലെ ഒരു 9 മണിക്ക് പണിക്കിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ഒരു 12 മണിക്ക് നിർത്തും. പിന്നെ ഒരു 4 മണിക്ക് ശേഷം തുടങ്ങും. 6 മണി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അതെ ഇതന്നെ ഇതൊന്ന് അപ്പോക്സി മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോക്സി ബ്ലാക്ക് അടിച്ചത് അന്ന് നോക്കണമെങ്കിൽ പെയിനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ക്രെയിനിൽ വെച്ച് അല്ലാപ്പൊ എങ്ങനെ വെക്കുക? മൊത്തം ക്രെയിനിൽ വെച്ച് എല്ലാ വെക്കാൻ പറ്റൂലല്ലേ? ഇതിനിപ്പോ എത്ര രൂപ ഫണ്ട് വേണ്ടി വരും? 2.5 കോടി പറഞ്ഞുതരാം. വേണ്ടി വരും. അതിപ്പോൾ നമ്മൾ ടർഫിൻ്റെ അടുത്തൊരു റൂം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഗാലറിമാതിരി ഉണ്ടാക്കിയാണ്. ഇവിടെ ഇരുന്ന് കളി കാണാനും വേണ്ടിയിട്ടൊക്കെ. നാല് പുറത്തൊക്കെ നല്ല വ്യൂ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, എന്നാലും പണിക്കാർ പണി ഇവിടെ നടക്കുന്നുണ്ട്. ഇരിപ്പിടം ഇപ്പോൾ ഒന്ന് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഇവിടെ അപ്പുറത്ത് തന്നെ നമ്മുടെ കൃഷിയും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഗാലറി പറഞ്ഞില്ല, അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഇത് നേരെ ഇരുന്ന് കസാരൊക്കെ പൊട്ടിട്ടോ. കേട്ടോ, കസാരകളൊക്കെ പൊട്ടി. ഇതിൻ്റെ മുകളിൽ കയറിയ 4 പുറത്തേക്കും നല്ല വ്യൂ ആണ്. അതായത് നമ്മളൊരു കമ്പനി, അത് നമ്മളൊരു വീട്. വീടിൻ്റെ വൈറ്റ് വാഷൊക്കെ ഏതാണ്ടായിട്ടുണ്ട്. ബാക്ക് സൈഡും കൂടി അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മളെ 4 പുറത്തേക്കും നല്ല വ്യൂ ആണ്. സൂപ്പർ കമ്പനി. റബ്ബർ എസ്റ്റേറ്റാണ്. ഈ റബ്ബർ എസ്റ്റേറ്റ് നമ്മളെ റബ്ബർ എസ്റ്റേറ്റ് അങ്ങേറ്റോ. ഇവിടെ അത് നമ്മളെ സൂം ചെയ്തെടുത്താണ് നമ്മളെ കമ്പനി. മേലെ നിന്ന് 4 പുറത്തേക്ക് ഒരു പ്രത്യേക തരം വ്യൂ, നല്ല കാറ്റും അടിപൊളി ക്ലൈമറ്റ് വേണം. ഇപ്പം നമ്മൾ പൊടി ഇടുക കേട്ടോ. പൊടി ഇടണം. റബ്ബറിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടർഫിൽ നമ്മളിപ്പോൾ ഇവിടെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ പൊടി ഇട്ടിട്ടുള്ളൂ. ഈ പൊടി ഇവിടെ എന്തുണ്ട്, ഇവിടെ ഈ കറുപ്പ് പൊടി ഇട്ടുകൊണ്ടാണ് നമ്മളിവിടെ ഈ പുല്ലിങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പന്ത് കളിച്ച് കഴിഞ്ഞാൽ അടർന്നു. ഇപ്പം തന്നെ കുറേശ്ശെ ഇങ്ങനെ അടർന്നു പോകുന്നുണ്ട്. കണ്ടോ, ഇത് ഇതിന് മുന്നേ നമ്മളൊരു വെള്ളാരം പൊടി ഉണ്ട്, സാൻഡ്. ആ സാൻഡ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ അതിന് മുന്നേ ഒരു സാൻഡ് ഇടും, ഒരു വെള്ളാര സാൻഡ് ഉണ്ട്. ആ സാൻഡ് ഇട്ടതിന് ശേഷമാണ് ഈ കറുപ്പ് പൊടിമയാണ് ഇപ്പോൾ ഈ ശരിക്കും ഈ കളി വരുള്ളൂ. അതുകൊണ്ടാണ് ഈ പുല്ല് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3 വർഷമായിട്ട് ഈ പുല്ലിട്ടിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നമ്മളെ പുതിയത് മരുന്നുണ്ട്. നമ്മളെ പുല്ല് നമ്മളെ CC ഗ്രാസ് ആട്ടിക്കുന്നത്, നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാസ് ആട്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഈ 3 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് ഈ ഇത്തിരി ഈട് കിട്ടുന്നത്. അപ്പോൾ പൊടി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ ഒരു 2 ദിവസമായിട്ടുള്ളൂ. അതിന് ശേഷം നമ്മളിപ്പോൾ വൈറ്റ് വാഷിങ് തുടങ്ങിക്കണം കേട്ടോ.
ഇതാണ്. ഇപ്പോൾ പൊടി ഇട്ടപ്പോൾ നല്ല വൃത്തിയാവും ചെയ്തു. ഇവിടെയൊക്കെ ഇപ്പോൾ പൊട്ടിയത് കൊണ്ടോ കുറേ ഇവിടെയൊക്കെ കുറേ വിട്ടു. ഇവിടെ പാട് കടനുണ്ടോ, അവിടെ കുറേ വിട്ടിട്ട് ഇപ്പോൾ ഒട്ടിച്ച് ശരിയാക്കി. ഇപ്പോൾ തരുന്നത് 3 വർഷം കഴിഞ്ഞു. ശരിക്കും 5 വർഷത്തെ ഗ്യാരൻ്റിയാണ്. പക്ഷേ 5 വർഷം കിട്ടിയാൽ നമുക്ക് പോരാ, നമുക്കൊരു 10 വർഷമെങ്കിലും കിട്ടും. അത്ര എക്സ്പെൻസ് ഉണ്ട് നമുക്കിതിന്. അപ്പോൾ ആ എക്സ്പെൻസിനനുസരിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 10 വർഷമെങ്കിലും കിട്ടണം മിനിമം. എന്നാലേ നമുക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് പോവുള്ളൂ. അപ്പോൾ ഇപ്പോൾ 3 വർഷമായിട്ട് വലിയ കുഴപ്പങ്ങളില്ല. ഇനി നമുക്കൊരു 5-6 വർഷമൊക്കെ ഇങ്ങനെ പോകാം. പക്ഷേ ഇതൊരു 6 മാസം 7 മാസം കൂടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ് നമ്മൾ കണ്ടെത്തും. ഇതിൻ്റെ മെയിൻ്റെനൻസ് അത്യാവശ്യം കോസ്റ്റ് വരും കേട്ടോ. മെയിൻ്റെനൻസിന് ഈ പൊടിക്കൊക്കെ 1 കിലോത്തിന് 32 രൂപ ഉണ്ട്. ഇതിന് ടണ്ണ് കണക്കിന് ഇതിന് ഇടുമാണ്. അത്യാവശ്യം കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള കാരണമാണ് ഇപ്പോൾ ഒന്നും കൂടിയും കോസ്റ്റ് കൂടും ചെയ്തത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ടർഫ് മെയിൻ്റെനൻസ് കഴിഞ്ഞു. ഈ പൊടി ഇടുന്ന മെയിൻ്റെനൻസ് ഏകദേശം ഒരു 8 മാസം 7 മാസം കൂടുമ്പോഴാണ് ചെയ്യൽ. വൈറ്റ് വാഷിങ് നമ്മളെ ഇപ്പം ഞങ്ങൾ 3 വർഷമായിട്ട് ഇങ്ങനെ ചില്ലറ വൈറ്റ് വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം മൊത്തം വൈറ്റ് വാഷാണ്. ഈ ഹൈറ്റുള്ള സ്ഥലം മൊത്തത്തിൽ വൈറ്റ് വാഷാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മളെ ചാനലാരും മറക്കണ്ട. VK Bro CKD ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒന്ന് വൈകുന്നേരമായി നോമ്പറക്കാറായിക്കണം. നോമ്പറക്കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ പണിക്കാരൊക്കെ ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഓക്കെ.